Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ ഇലക്ട്രിക്കൽ അല്ല, അല്പം ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ, വലിയ കൂടുതലൊന്നുമില്ല. നമുക്കിന്ന് ഒരു മോസ്ഫെറ്റ്, ഇലക്ട്രോണിക്സിലെ തന്നെ ഒരു മോസ്ഫെറ്റ് ടെസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ആദ്യം എന്താണ് മോസ്ഫെറ്റ് എന്ന് നോക്കണ്ടേ. അപ്പോൾ ഈ കാണുന്ന ഒരു സാധനമാണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 3 കാലുകളുണ്ട്. ട്രാൻസിസ്റ്റർ തന്നെയാണ്. ഇതൊരു മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നാണ് അതിന്റെ പേര്. ഇതൊരു ട്രാൻസിസ്റ്റർ തന്നെയാണ്. സാധാരണ ട്രാൻസിസ്റ്റർ നമ്മൾ SCR എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്താണ്, കാഥോഡ് ആനോഡ് ഗേറ്റ് അങ്ങനെയാണെങ്കിൽ കാഥോഡ് നെഗറ്റീവിലും ആനോഡ് പോസിറ്റീവിലും ഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ സോഴ്സ് സ്വിച്ചിങ് യൂണിറ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ ആണെങ്കിൽ, ഇവിടെ നമുക്ക് ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഗേറ്റ് മറ്റതുപോലെ തന്നെയാണ്, വർക്കിംഗ് അല്ല, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. പകരം ഇവിടെ എന്താണ് വയ്ക്കുന്നത്, ഇതൊരു ഗേറ്റിലേക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോൾ മാത്രമാണ് സോഴ്സും ഡ്രെയിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ ആ ഗേറ്റ് അടഞ്ഞിരുന്നാൽ അവർ അപ്പുറം ഇപ്പുറം വന്ന് നിൽക്കും. അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് മോസ്ഫെറ്റ്? എ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ is a type of transistor, a semiconductor device used to amplify or switch electronic signals, where the voltage applied to its gate terminal controls the flow of current between the source and the drain terminals. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആംപ്ലിഫയർ പോലെ സിഗ്നൽ, ഇലക്ട്രോണിക് സിഗ്നൽസിന് ഗേറ്റ് വഴി ഇതിന്റെ കറണ്ടിനെ അനുസരിച്ച് ഗേറ്റ്, ഡ്രെയിനും സോഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണിത്. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ആദ്യം എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. 1Kയുടെ 2 റെസിസ്റ്റർ വേണം. നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ബ്രെഡ് ബോർഡ് പോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ടെർമിനൽ പോലുള്ള 3 കാലുകൾ വരുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ ക്രോക്കഡൈൽ പിന്നുകളായാലും മതി. 3 പിന്നുകൾ വേണം. അത് കറക്റ്റ് കളർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ് എന്നുള്ള കളർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ എളുപ്പമായിരിക്കും. പിന്നെ ഒരു ബെൽ പുഷ് അല്ലെങ്കിൽ ഒരു പുഷ് ബട്ടൺ സ്വിച്ച്, പിന്നെ ഇത് വർക്ക് ചെയ്യുന്നു എന്നറിയാൻ, അതായത് ഡ്രെയിനും സോഴ്സും തമ്മിൽ കണക്ട് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു LED ലൈറ്റും, പിന്നെ ഒരു 9 വോൾട്ടിന്റെ വോൾട്ടേജ് സോഴ്സും. ഓക്കെ, ഇനി നമുക്ക് വയറിംഗ് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് നമ്മള് നെഗറ്റീവിനെ ബെൽ പുഷിലേക്ക് ഔട്ടിലേക്ക് കണക്ട് ചെയ്ത്, അതോടൊപ്പം തന്നെ അതിൽ നിന്ന് തന്നെ നമ്മുടെ 1Kയുടെ ഒരു റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് നേരെ അടുത്ത 1Kയുടെ റെസിസ്റ്റൻസിലേക്കും അവിടെ നിന്ന് നേരെ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി സോഴ്സും ഡ്രെയിനും തമ്മിലാണ് കണക്ഷൻ ആവേണ്ടത്. അത് ഗേറ്റ് വിചാരിക്കണം. അപ്പൊ ഗേറ്റ് വിചാരിക്കണമെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവും തമ്മിലുള്ള ഒരു ചെറിയ സോഴ്സ് നമുക്ക് അവിടെ കിട്ടണം. അപ്പോ നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മള് ആ ബെൽ പുഷ് നിന്നും ഒരു ഗ്രേ കളർ വയർ നേരെ ഗേറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതേ വയർ തന്നെ 1K റെസിസ്റ്റൻസിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പോസിറ്റീവ് വയർ റെസിസ്റ്റർ വഴി ഗേറ്റിലേക്ക്, അതുപോലെ തന്നെ അത് നേരെ സ്വിച്ചിലേക്ക്. സ്വിച്ച് ഓൺ ആകുമ്പോൾ ഈ റെസിസ്റ്റൻസ് വഴിയുള്ള പോസിറ്റീവ് ഗേറ്റിൽ നിന്നും ഗേറ്റിലേക്ക് നെഗറ്റീവും പോസിറ്റീവും കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഓക്കെ ആണ്. എന്താണ്, ആകെ 2 ടെർമിനലേ ബാക്കിയുള്ളൂ. റെസിസ്റ്റൻസിന്റെ ഒരു ടെർമിനലും ഡ്രെയിനിന്റെ ഒരു ടെർമിനലും. നമ്മൾ നോക്കേണ്ടത് ഡ്രെയിൻ എന്ന് പറയുന്ന സാധനം LED പോസിറ്റീവിലും ബെൽ പുഷിൽ നിന്നുള്ള റെസിസ്റ്റൻസിന്റെ ഔട്ട് LED നെഗറ്റീവിലും വേണം കൊടുക്കാൻ. ഒരു സാധാരണ LED കയ്യിലെടുത്താൽ അതിന്റെ നീളം കുറഞ്ഞ കാല്, 2 കാലുകൾ ഉണ്ടാവും. ഒരു കാല് നീളം കൂടുതലായിരിക്കും. നീളം കൂടിയ കാല് പോസിറ്റീവും നീളം കുറഞ്ഞ കാല് നെഗറ്റീവും ആയിരിക്കും. ഇത്രേ ആയുള്ളൂ. ഇനിയിപ്പോ നമ്മള് സപ്ലൈ സോഴ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ബെൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗേറ്റ് ഓപ്പൺ ആയി.
നേരെ സോഴ്സും ഡ്രെയിനും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോ നമ്മളെ ഈ റെസിസ്റ്റൻസ് ഇല്ലാതെ ഡയറക്റ്റ് സോഴ്സ് ഒരു 9 വോൾട്ട് നേരെ വന്ന് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് എത്തി, ഡ്രെയിനിൽ നിന്ന് നേരെ LED എത്തി, LED കൂടെ നേരെ അത് നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ LED കത്തിപ്പോകും. കാര്യം അതിനൊരു 4 വോൾട്ടിനപ്പുറം, മാക്സിമം 3.2 3.5 വോൾട്ടിനപ്പുറം പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു റെസിസ്റ്റൻസ് അവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബാറ്ററി എലിമിനേറ്റർ ഉപയോഗിക്കാം. പക്ഷെ അത് എപ്പോഴും നമുക്ക് പോസിബിൾ അല്ല. ഇത് കൊണ്ടു കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമുക്ക് ഒരു നമ്മളെ ഡ്യൂറാസെല്ലിന്റെയോ HWന്റെയോ അല്ലെങ്കിൽ എങ്ങനെയും ദേവറടിയുടെ ഒക്കെ ഒരു ഇതുപോലത്തെ 9 വോൾട്ടിന്റെ ബാറ്ററിയും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയുക മോസ്ഫെറ്റ് ടെസ്റ്റിംഗ് കിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു SCR എങ്ങനെ ഇതുപോലത്തെ കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് SCRുമായിട്ട് മുന്നേക്ക് വരാം. അപ്പൊ അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.